ഒരു ചെറുതായിട്ട് പറഞ്ഞുതരാം. ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം 2 ക്ലാസ്സസേ കാണത്തുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ, അതായത് ലൈവ് സ്ട്രീമായിട്ട് കാണാം. എല്ലാ റൂമിലും ഉണ്ടോ, നമ്മൾ തന്നെയാണോ ക്ലീൻ ചെയ്യേണ്ടത്, അതിനൊക്കെ ഉള്ള ടൈം കിട്ടും. നമ്മൾ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് വായിച്ച് പഠിക്കുമല്ലേ, അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ വായിച്ച് പഠിക്കുന്നൊരു പ്രകൃതമായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ സ്റ്റെയറിൻ്റെ അവിടെ എക്സാംസ് മുതൽ കിട്ടും. പക്ഷേ ബ്രില്യൻറ്റിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ച് ഇപ്പോൾ ജൂണിൽ ജോയിൻ ചെയ്യുന്നതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിലായിട്ടാണ് ചേച്ചി പഠിച്ചത് മറന്നു പോകുന്നു, എന്താ ചെയ്യുക. മറന്നു ബ്രില്യൻറ്റിൻ്റെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ്, ഇതിൻ്റെ ഡ്യൂറിങ് നീറ്റ് പ്രിപ്പറേഷൻ, അതുപോലെ ചേച്ചി കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്തത്, ചേച്ചിയുടെ പ്രിപ്പറേഷനിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എന്താണ്. പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അന്നത്തെ Q&A സീരീസ് അല്ല, ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പം അതിൻ്റെ താഴെയും പിന്നെ മറ്റേ വീഡിയോയിലും തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ടായിരുന്നു. അപ്പം അതും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കമൻറ്റാണ് കേട്ടോ. കുറേ ടെൻഷനായിട്ടിരിക്കുമായിരുന്നു, ബട്ട് ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ കുറച്ച് റിലീഫ് കിട്ടും. സ്വന്തം ചേച്ചി പറഞ്ഞു തരുന്ന പോലെ. താങ്ക് യു സോ മച്ച്. സന്തോഷം കേട്ടോ. നിങ്ങൾ ഇതൊക്കെ പറയുന്നതാണ് കേട്ടോ എൻ്റെ ഒരു മോട്ടിവേഷൻ പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ക്യാൻ യു പ്ലീസ് ഡു എ ഡീറ്റെയിൽഡ് വീഡിയോ അബൌട്ട് ബ്രില്യൻറ്റ് ഓൺലൈൻ ക്ലാസ്സസ്, ക്ലാസ് ഷെഡ്യൂൾ, വീക്ക്ലി എക്സാംസ്, ഓഫ്ലൈൻ എക്സാംസ്. ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറുതായിട്ട് പറഞ്ഞുതരാം. ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം 2 ക്ലാസ്സസേ കാണത്തുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ, അതായത് ലൈവ് സ്ട്രീമായിട്ട് കാണാം, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡഡ് വീഡിയോസ് കാണാം. അപ്പോൾ അങ്ങനെ വീക്ക്ലി എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള പിള്ളേർക്ക് മൺഡേ എക്സാംസ് ആയിരിക്കും, നിങ്ങൾക്ക് സൺഡേ ആയിരിക്കും. സൺഡേ 2 to 5 ആയിരിക്കും, 2 to 5:20 ആയിരിക്കും നിങ്ങളുടെ എക്സാംസ് വരുന്നത്. അതായത് എന്നും ഒരു വീക്ക്ലി എക്സാമിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞത് 3 മണിക്കൂർ 20 മിനിറ്റാണ്. നീറ്റിൻ്റെ പോലെ തന്നെ 3 ചാപ്റ്റേഴ്സ് വീതം, ഫിസിക്സിൽ നിന്നൊരു ചാപ്റ്റർ, കെമിസ്ട്രിയിൽ നിന്നൊരു ചാപ്റ്റർ, ബയോ എന്നൊരു ചാപ്റ്റർ, അങ്ങനെ 3 ചാപ്റ്റർ വീതം 3 മണിക്കൂർ 20 മിനിറ്റിൻ്റെ എക്സാംസ് ആയിരിക്കും. പിന്നെ അത് ഓൺലൈൻ ക്ലാസ്, അതായത് ആ ഓൺലൈനിൽ എക്സാംസ് എഴുതുന്ന എല്ലാവരും കൂടെ ചേർത്തിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് ഇടുന്നത് കേട്ടോ. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ബ്രില്യൻറ്റിൽ ഇപ്പം A മുതൽ P വരെ ബാച്ച് ഉണ്ടെന്ന് വെച്ചാൽ ആ A തന്നെ ഒരു 12 ഡിവിഷൻസ് കാണും, A1, A2, A12 അങ്ങനെ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഈ ഓൺലൈൻ പിള്ളേരെ എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ ബാച്ചാക്കും. ഇപ്പോൾ ഈ Aയിൽ എക്സാം വരുമ്പം ഫുള്ള് A മുതൽ A12 വരെ ആയിരിക്കും നമ്മൾ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അതുപോലെ നിങ്ങളുടെ ഓൺലൈൻ ബാച്ച് വേറെ തന്നെ ഒരു ബാച്ചായിരിക്കും, അത് അത്രയും കൂടെ ചേർത്തായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അപ്പം അങ്ങനെ. അപ്പം ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലടാ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചേച്ചി അവിടുത്തെ ടോയ്ലറ്റൊക്കെ എങ്ങനെയാണ്, എല്ലാ റൂമിലും ഉണ്ടോ, നമ്മൾ തന്നെയാണോ ക്ലീൻ ചെയ്യേണ്ടത്, അതിനൊക്കെ ഉള്ള ടൈം കിട്ടുമോ? മിക്കവാറും എല്ലാ ഹോസ്റ്റലിലും അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കും, അറ്റാച്ച്ഡ് ബാത്റൂമും ടോയ്ലറ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനെ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒരു ഫ്ലോറിന് കുറേ കോമൺ ആയിട്ടുള്ളത് കാണും, പക്ഷെ ഭൂരിഭാഗം ഹോസ്റ്റലിലും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങളത് ക്ലീൻ ചെയ്യുക ഒന്നും വേണ്ട, അതിനൊക്കെ കൺട്രോൾഡ് ഹോസ്റ്റലിലാവട്ടെ, സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലാവട്ടെ, അതിനൊക്കെ സ്റ്റാഫുണ്ട്. നിങ്ങളിപ്പോൾ PG ആയിട്ട് വല്ല വീടോ അല്ലെങ്കിൽ വല്ല റൂമോ ഒക്കെ എടുത്ത് നിൽക്കുകയാണെങ്കിൽ മാത്രം അത് മതി. ഹോസ്റ്റലായിക്കോട്ടെ, അവരായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. ഫ്ലൈറ്റ് പോവാണ് നെടുമ്പാശ്ശേരി അടുത്ത. അപ്പം ഹോസ്റ്റലാണെങ്കിൽ അവർ തന്നെ ആയിരിക്കും ക്ലീൻ ചെയ്യുന്നത്. അവർ ഫുഡ് ഉണ്ടാക്കി തരും, നമ്മൾ കഴിക്കുക, ഇരുന്ന് പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ആകെ അവിടെ ഒരു പണി. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. ടോയ്ലറ്റ് ക്ലീനിങ്ങോ ഹൗസ് ക്ലീനിങ്ങോ അങ്ങനെ ഒന്നും വേണ്ട, അതെല്ലാം അവർ ചെയ്തോളും. അപ്പം അങ്ങനെ. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ചേച്ചി എനിക്ക് ബയോ ഒക്കെ ഉറച്ച് പ്രകൃതമാണ്, അവിടെ എങ്ങനെ പഠിക്കാൻ പറ്റുമോ? പഠിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റൂംമേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില പിള്ളേർക്ക് നമ്മൾ സൗണ്ട് ഉണ്ടാക്കി പഠിക്കുന്ന ഡിസ്റ്റർബൻസ് ആയിരിക്കും, ചിലവർക്ക് അത് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റർബൻസ് ആവുന്ന പിള്ളേരെയാണ് നമുക്ക് റൂംമേറ്റ്സ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം റൂമിലിരുന്ന് ഉറക്കം വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പം ഹോസ്റ്റലെന്ന് പറയുമ്പോഴത്തേക്ക് ആ റൂം മാത്രമായിരിക്കത്തില്ലടാ, ഒരു എക്സ്റ്റേണൽ റീഡിംഗ് റൂമോ കോറിഡോറോ സ്റ്റെയറോ ഒക്കെ കാണും. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന പാടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യം തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ നോക്കുക. എനിക്ക് ഈ ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് 12th വരെ നമ്മൾ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് വായിച്ച് പഠിക്കുമല്ലേ, അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ വായിച്ച് പഠിക്കുന്നൊരു പ്രകൃതമായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ സ്റ്റെയറിൻ്റെ അവിടെ ഒരു പ്ലേസ് ഞാൻ തന്നെ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ ഇരുന്ന് വായിക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെല്ലുന്ന പാടെ നിങ്ങൾക്ക് പറ്റുന്നൊരു പ്ലേസ് കണ്ടുപിടിക്കുക, നിങ്ങളുടേതായിട്ട് അങ്ങ് ബുക്ക് ചെയ്യുക. അപ്പോൾ അതേ പറ്റത്തുള്ളൂ ഉറച്ച് വായിക്കുന്നത്. പിന്നെ ഗ്രാജുവലി ആ ഒരു ശീലം നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. എനിക്കും അതുപോലെ പിന്നെ ഇപ്പം എനിക്കങ്ങനെ ഉറച്ച് വായിക്കുന്ന സ്വഭാവമില്ല. ഞാൻ ഇങ്ങനെ നോക്കി മനസ്സിലാണ് വായിക്കുന്നത്. അത് നിങ്ങൾ ശ്രമിച്ചാൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് പാടായിരിക്കും, ഗ്രാജുവലി അതങ്ങ് ശരിയായിക്കോളും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ചേച്ചി ഗീവ് മീ സം ടിപ്സ് ടു റിമെമ്പർ ബയോളജി. ഐ ആം ഫോർഗെറ്റിംഗ് ദ പോയിന്റ്സ് ആൻഡ് ലൈൻസ് ആഫ്റ്റർ സ്റ്റഡിങ് ഫ്യൂ അതർ ചാപ്റ്റേഴ്സ് ഇൻ ബയോ ആൻഡ് കെമിസ്ട്രി. ഐ ആം ഫോർഗെറ്റിംഗ് എവറിത്തിങ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു.
ഈ മറന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ഞങ്ങളാണെങ്കിലും മറന്നു പോകും. എന്നുവെച്ചാൽ നമ്മൾ വലിയ ആളുകളെന്നല്ല, ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മളാണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകും. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ചാപ്റ്റേഴ്സേ ഉള്ളൂ. അന്നേരം ഇപ്പോൾ എക്സാമിൻ്റെ തലേന്ന് വേണമെങ്കിൽ നമുക്ക് ഫുൾ പോർഷൻസ് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് പോകാനുള്ള സമയമുണ്ട്. ബയോയും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നമുക്ക് ഇക്വേഷൻസ് എങ്കിലുമൊക്കെ വായിച്ചിട്ട് പോകാനുള്ള സമയമുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലുന്തോറും ഇപ്പോൾ ഞാനെന്ന് പറയുന്ന തേർഡ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ഞങ്ങളുടെ സെക്കൻഡ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ എക്സാംസിൻ്റെ തലേന്ന് നമുക്ക് ഈ പഠിച്ച പോർഷൻസ് എല്ലാം കൂടെ ഒന്ന് വായിച്ച് നോക്കാനും പോലും പറ്റില്ല. കാരണം അത്രയ്ക്ക് വാസ്റ്റാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം വെള്ളം പോലും കുടിക്കാതിരുന്നാൽ പോലും തീരത്തില്ല. അപ്പം നമുക്ക് നമ്മളത് ഓർമ്മ വരും എന്നുള്ള ഒന്നാമത്തെ കാര്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേടാ ഓർമ്മ വന്നോളൂ. ഇപ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് ഇപ്പം സ്ട്രാറ്റജീസ് പഠിച്ചിട്ട് ഇപ്പോൾ ആനിമൽ കിങ്ഡം പഠിക്കാൻ പോകുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതായിരിക്കും നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് ഒന്നും ഓർമ്മയില്ലെന്ന്. പക്ഷെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ഓർക്കുവാടാ. ഇപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെയായാലും നിങ്ങളിപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം നിങ്ങളാകെ ചിലപ്പോൾ 1-2 വെട്ടേ ആ ചാപ്റ്റർ വായിച്ചിട്ടുണ്ടായിരിക്കത്തുള്ളൂ. ഇനി അങ്ങോട്ട് പോകുന്നതോറും നിങ്ങൾ ഈ 1-2 മാറി 10-32 തവണയെങ്കിലും ടെക്സ്റ്റ് വായിക്കും. അപ്പോൾ അതൊക്കെ ശരിയാവും. നമുക്കിതൊക്കെ റിപ്പീറ്റഡായിട്ട് വായിച്ചാലേ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ടെൻഷനൊന്നും അടിക്കണ്ട. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തെറ്റിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ആ ഒരു കണ്ടന്റ് മറക്കത്തില്ല. മാത്രമല്ല നമ്മളിപ്പോൾ എത്ര നല്ല വൃത്തിക്ക് പഠിച്ചാലും ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോഴായിരിക്കും അയ്യോ ഇവിടുന്ന് ഇങ്ങനെയും ചോദിക്കാവൂന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ അങ്ങ് തറവാവും കേട്ടോ. റിപ്പീറ്റഡായിട്ട് വായിച്ച് പഠിക്കുക. പിന്നെ വേറെ ഇപ്പം സ്ട്രാറ്റജീസ് പഠിച്ച ആനിമൽ കിങ്ഡത്തിൽ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുവാണെങ്കിൽ അത് പിന്നെ നോക്കാം. സ്ട്രാറ്റജിയിൽ ആ പോർഷൻ പിന്നെ നോക്കാം. ഞാനിപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ അങ്ങനെ വിചാരിക്കാത്തതൊന്നും കൂടെ റിവിഷൻ ചെയ്യാൻ നോക്കുക. അത്രയും പോർഷനെങ്കിലും നിങ്ങളൊന്നും കൂടെ തന്നെ ഓർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മറിച്ച് നോക്കാൻ ശ്രമിക്കുക. പരമാവധി തന്നെ ഓർക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയും നമ്മുടെ ആ ഒരു മെമ്മറി പവർ കൂടും കേട്ടോ. അപ്പം അങ്ങനെ ചേച്ചി ലോണ്ട്രി സർവീസ് ഒക്കെ ഉണ്ടോ കൺട്രോൾഡ് ഹോസ്റ്റലിൽ? മിക്കവാറും ഉള്ള ഹോസ്റ്റലിലൊന്നും ലോണ്ട്രി ഫെസിലിറ്റീസ് ഇല്ല. നമ്മൾ തന്നെ ആയിരിക്കും കഴുകുന്നത്. പിന്നെ അതൊന്നും ഒരു വലിയ ടാസ്ക് അല്ലടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ വലിയ അധ്വാനത്തിനൊന്നും അല്ലല്ലോ. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ. ആകെ നമ്മളിരുന്ന് പഠിക്കുന്നു കഴിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അധികം വിയർക്കത്തും കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് വിയർക്കുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ കഴുകിയിടാം. അത് സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി അല്ലെങ്കിൽ ഒരു കംഫേർട്ടിൽ മുക്കി ഇട്ടാൽ പോലും മതിയാവും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം സോപ്പും കംഫേർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് പോവുക. നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടടാ. ഇതിനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നത് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു രീതി എടുക്കുക. അധികം സമയമൊന്നും കളയാതെ നൈസായിട്ടൊക്കെ തുണി കഴുകിയെടുക്കുക. പറ്റുവാണെങ്കിൽ ബാത്റൂമിൽ തന്നെ കഴുകുക. പിന്നെ നമ്മുടെ എല്ലാ ഹോസ്റ്റലിലും ലോണ്ട്രി ഫെസിലിറ്റീസ് കാണും. തുണി കഴുകുന്ന കല്ലും പൈപ്പും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ ബാത്റൂമിൽ വെച്ച് കഴുകുമോ ബാത്റൂമിൽ വെച്ച് കഴുകുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇപ്പോൾ 4 പേരുടെയൊക്കെ റൂമാണെങ്കിൽ ഈ 4 പേർക്കും കൂടെ ചേർന്നിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴുകാൻ ഒത്തിരി സമയം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുളിക്കാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ഒന്നെങ്കിൽ ബാത്റൂമിൽ വെച്ച് കഴുകുക. സാഹചര്യങ്ങൾ നോക്കി ബാത്റൂമിൽ വെച്ച് കഴുകുക. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലോണ്ട്രി ഫെസിലിറ്റീസ് ഉള്ള അവിടെ പോയി കഴുകുക. നമ്മുടെ ഹോസ്റ്റലിൻ്റെ മുകളിലായിരുന്നു കേട്ടോ ലോണ്ട്രി ഫെസിലിറ്റീസ്. അതാണ് ഈ പറഞ്ഞത്. അപ്പം അങ്ങനെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ചേച്ചി സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ കൺട്രോൾഡ് ഹോസ്റ്റലിലുള്ള പോലെ ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ എല്ലാ കൺട്രോൾഡ് ഹോസ്റ്റലിൽ പോലും ഈ ലൈബ്രറി ഫെസിലിറ്റീസ് ഇല്ല. കാരണം ഈ ലൈബ്രറി എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഹോസ്റ്റലിലുള്ള ലൈബ്രറി എന്നൊക്കെ പറയുന്നത് അത്ര അപ്ഡേറ്റഡ് ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ പഴയ എഡിഷൻ ബുക്കൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ പേരിനൊരു ലൈബ്രറി ഉണ്ടെന്നുള്ളതേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ടെൻഷൻ അടിക്കേണ്ട. കാരണം നമുക്ക് ബ്രില്യൻ്റിൽ ലൈബ്രറി ഉണ്ട്, റെഫറൻസ് ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അവിടെയൊക്കെ നമുക്ക് ബുക്സ് അവൈലബിൾ ആവും. എന്തായാലും നിങ്ങൾ അരിഹണ്ടിൻ്റെയോ MDGയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് മേടിച്ചുകൊണ്ട് പോകണം. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു 3 ബുക്ക് വേണ്ടേ സബ്ജക്റ്റിൻ്റെ. ഞാൻ MDG പ്രിഫർ ചെയ്യത്തുള്ളൂ. ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം. അതിനകത്താകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ സ്റ്റേറ്റിൻ്റെയും ഇപ്പോൾ നമ്മുടെ കീം എൻട്രൻസ് ഇല്ലേ B.Pharm അതുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ സ്റ്റേറ്റിൻ്റെയും ഉണ്ട്. അതുപോരാതെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾക്ക് ഇത്തിരി കൂടെ പല സ്റ്റേറ്റിലെ ക്വസ്റ്റ്യൻസ് തറവാവുന്ന അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ പോലും മാറ്റാതെ ചില സമയത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നീറ്റിന് ചോദിക്കാറുണ്ട് കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. വാല്യൂ പോലും മാറ്റാതെ ഇപ്പം JNKയിൽ ചോദിച്ച സെറ്റിൻ്റെ എക്സാം ക്വസ്റ്റ്യനൊക്കെ അതുപോലെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കുക. അതാകുമ്പോൾ പല പാറ്റേൺ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ബുക്കിൻ്റെ ഇത് സൈഡിലായിട്ട് കൊടുത്തേക്കാം. ലൈറ്റ് കുറയുന്നുണ്ടല്ലേടാ. ഞാനൊന്ന് പ്ലേസ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ടെറസിൽ ഇരുന്നായിരുന്നു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് പോയി. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൺട്രോൾഡ് ഹോസ്റ്റലിലെ ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചില്ലേടാ. അത് കുഴപ്പമില്ല. ഇപ്പോൾ അഥവാ കൺട്രോൾഡ് ഹോസ്റ്റലിലെ ലൈബ്രറി ഉണ്ടെങ്കിലും അത് വളരെ അപ്ഡേറ്റഡ് ഒന്നും ആയിരിക്കത്തില്ല. കുറച്ച് പഴയ എഡിഷൻ ബുക്കൊക്കെ ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. പ്രദീപും അങ്ങനത്തെ കുറച്ച് ബുക്സൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ബ്രില്യൻറ്റിൽ അത്യാവശ്യം നല്ലൊരു ലൈബ്രറി ഉണ്ട്. മാത്രമല്ല റെഫറൻസ് ലൈബ്രറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ പോയി ബുക്സ് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ ലൈബ്രറി ഫെസിലിറ്റീസ് ഒന്നും കാണത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് മേടിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ.
അപ്പോൾ അത്രേ ഉള്ളൂ. ചേച്ചി എമറാൾഡ് ഹോസ്റ്റൽ എന്ന് വെച്ചാൽ എന്തുവാ? എമറാൾഡ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലാണ്. അതെന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിനകത്ത് നിൽക്കുന്ന ഹോസ്റ്റലാണ്. അപ്പോൾ നമുക്ക് എന്താണ് രണ്ടും ഒരു കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അവിടെ പക്ഷേ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ 600 ഔട്ട് ഓഫ് 600 വേണം. ഞാൻ നേരത്തെ വീഡിയോസിൽ പറയാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ എമറാൾഡ് ആവട്ടെ, നൈഗോൾഡ് ആവട്ടെ, അങ്ങനെ ഏത് ബ്രില്യൻറ്റിൻ്റെ കൺട്രോൾഡ് കോഴ്സിൽ കിട്ടണമെങ്കിലും നിങ്ങൾക്ക് വിത്തൗട്ട് എനി ഗ്രേസ് മാർക്ക് 97% മാർക്ക് വേണം കേട്ടോ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. അപ്പം അങ്ങനെ ചേച്ചി സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ കൺട്രോൾഡ് ഹോസ്റ്റലിലുള്ള പോലെ ലൈബ്രറി ഫെസിലിറ്റി ഞാൻ പറഞ്ഞു. ചേച്ചി എനിക്ക് ഉറക്കം വായിച്ച് പഠിക്കാൻ പറ്റും, അപ്പോൾ എന്ത് ചെയ്യും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ടാബ് ഇത്തവണ 10,000 ടാബിൻ്റെ ഇപ്രാവശ്യത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 10,700 ആണ് കേട്ടോ. പിന്നെ ലൈബ്രറിയിലും റെഫറൻസ് ലൈബ്രറിയിലും പിന്നെ എന്താണ് എല്ലാ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലും കൺട്രോൾഡ് ഹോസ്റ്റലിലും ഒക്കെ വൈഫൈ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. വൈഫൈക്ക് നമ്മൾ അഡീഷണൽ ചാർജ് ഒന്നും കൊടുക്കണ്ട. ഏത് ഹോസ്റ്റലാണെങ്കിലും ഹോസ്റ്റൽ ഫീ വരുന്നത് 9,000 ആയിരിക്കും. അതിനകത്ത് ഈ ഫീ ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി പെർസെൻറ്റേജ് നോക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റ് വെച്ചാണ് നോക്കേണ്ടത്, ഒരു ജസ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോ? നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോയുടെ പെർസെൻറ്റേജ് മാത്രം നോക്കിയാൽ മതി. അത് 97% വേണം, വിത്തൗട്ട് എനി ഗ്രേസ് മാർക്ക് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവരിപ്പോൾ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് എത്ര പെർസെൻറ്റേജ് അല്ലേ ആഡ് ചെയ്യുന്നത്, അത്രയും പെർസെൻറ്റേജ് നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോയിൽ നിന്ന് കുറച്ചിട്ടേ അവർ നോക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അവാർഡഡ് ആണെങ്കിൽ, ഒരു മാർക്കേ നിങ്ങൾക്ക് അവാർഡഡ് ആണെങ്കിൽ പോലും നമുക്കത് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർ അത്രയും പെർസെൻറ്റേജ് കുറച്ചേ നോക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കൺട്രോൾഡ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ചേച്ചി പാലയിൽ ഏതൊക്കെ കോഴ്സാണ് എടുക്കുന്നതെന്ന് അറിയാവൂ? ബ്രില്യൻറ്റ് പാലയുടെ ഉദ്ദേശം അവിടെ നീറ്റിൻ്റെ കോച്ചിങ്ങും ജെയുടെ കോച്ചിങ്ങും മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ നീറ്റിൻ്റെ കോച്ചിങ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഐസറും ഒക്കെ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോ ഒക്കെ അല്ലേ. ജെയ്ക്ക് വേറെ ഇതുണ്ട്. അപ്പം അങ്ങനെ ചേച്ചി NCERT ബുക്സ് നമ്മൾ കൊണ്ടുപോകുന്നു. ലൈബ്രറിയിൽ NCERT ബുക്സ് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ലൈബ്രറിയിൽ നമുക്ക് അറ്റ് എ ടൈം 3 ബുക്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ ബാങ്ക് വല്ല എടുക്കണമെങ്കിൽ NCERT ബുക്ക് കൂടെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ NCERT ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്കും സ്വന്തമായിട്ട് വേണമല്ലോ കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നല്ല പാടായിരിക്കും, തുടക്കത്തിൽ നല്ല പാടായിരിക്കും. കാരണം നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളവർക്ക് തന്നെ ഇത്തിരി പാടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 11th 12th ഫുള്ള് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടല്ലേ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ കൂടെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. കാരണം കുറച്ച് നാളത്തേക്ക് നിങ്ങളൊന്ന് സ്റ്റേബിൾ ആകുന്നവരെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്, ഇപ്പോൾ വലിയ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആകാൻ വേണ്ടി നോക്കണമെങ്കിൽ ഒരു കാൽക്കുലേറ്റർ വേണം. ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം നമുക്ക് ചില ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഫൈനൽ സ്റ്റെപ്പ് വരെ ചെയ്യാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് എക്സ്ട്രീമിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്പീഡ് കൂടണമെങ്കിൽ നിങ്ങൾ ചെയ്ത് തന്നെ വേണം. അപ്പം അങ്ങനെ പിന്നെ വേറെ എന്തോന്നു വെച്ചാൽ ചേച്ചി ഹൗ ടു സ്റ്റേ കൺസിസ്റ്റൻ്റ് ഡ്യൂറിങ് നീറ്റ് പ്രിപ്പറേഷൻ. അതുപോലെ ചേച്ചി കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്തത്, ചേച്ചിയുടെ പ്രിപ്പറേഷനിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എന്താണ്? പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എനിക്ക് വേണം എന്നുള്ള ആ ഒരു തോട്ട് മാത്രമാണ് കേട്ടോ. എനിക്ക് എന്തായാലും കിട്ടിയേ പറ്റും, എനിക്ക് എന്തായാലും ഡോക്ടർ ആവണം, ആ ഒരു ഇത് തന്നെയായിരുന്നു എനിക്ക് ഫുള്ളും ഉണ്ടായിരുന്നത്. ഞാൻ ചില ദിവസങ്ങളിൽ എനിക്കാണെങ്കിൽ ഈ പീരിയഡ്സിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല ഇഷ്യൂസൊക്കെയാണ്. ഞാൻ തലകറങ്ങും, വൊമിറ്റ് ചെയ്യും, നല്ല പെയിനൊക്കെയാണ്. എന്നിട്ട് പോലും ഞാൻ അന്നത്തെ ദിവസം ഒന്നും പഠിക്കാതിരിക്കാതെ ജസ്റ്റ് എന്തെങ്കിലും പഠിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലും പഠിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എത്ര വൈകാരികം ഉണ്ടെങ്കിലും എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും എല്ലാ ദിവസവും പോർഷൻസ് ഞാൻ ഇത്ര ദിവസം അങ്ങനെ നോക്കാതെ എല്ലാ ദിവസവും എന്തെങ്കിലും പഠിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു ദിവസമെങ്കിലും പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ദിവസം മുതൽ നമ്മൾ ഇതെന്ന് പറഞ്ഞൊരു വലിയ ജേണി അല്ലേ, ഒരു 1 year ജേണി അല്ലേ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ പിറ്റേത്തെ ദിവസം നമുക്ക് മടി വരാനും പിന്നെ അങ്ങനത്തെ ഒരു സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഉപരി നമ്മളുടെ ആഗ്രഹമാണല്ലോ. നമ്മുടെ ആഗ്രഹം ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഇതിനപ്പുറം നേടിയെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആ ഒരു എപ്പോഴും എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഓർമ്മ ഉണ്ടാവണം. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് വന്നത്, ഞാൻ ഇത്രയും പൈസ മുടക്കിയത് ഇതിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഇതും കൊണ്ടേ പോകത്തുള്ളൂ, അങ്ങനൊരു ലക്ഷ്യബോധം നിങ്ങൾക്ക് വേണം. അപ്പോൾ അങ്ങനെ ഇനി അടുത്തത് നീയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. ബൈ ദ വേ കോട്ടയംകാരിയാണോ അച്ചടി ഭാഷ? അതെന്താടെ അച്ചടി ഭാഷ ഉള്ളവരെല്ലാം കോട്ടയംകാരാണോ? ഞങ്ങൾ കൊല്ലംകാരാട്ടോ, ഞങ്ങൾക്കും അച്ചടി ഭാഷയാട്ടോ. ചെറിയ സ്ലാങ് ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്കധികം സ്ലാങ് വരത്തില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, റൂംമേറ്റ് ഒരാൾ കോഴിക്കോടായിരിക്കും, മറ്റേ ആൾ മലപ്പുറം ആയിരിക്കും, മറ്റേ ആൾ ട്രിവാൻഡ്രം ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ 3 കൂടെ ക്ലബ് ചെയ്തൊരു ലാംഗ്വേജ് ആവും നിങ്ങളുടെ പോകാൻ നേരം. അപ്പം എൻ്റെയും അങ്ങനെ. പക്ഷെ കൊല്ലത്ത് എല്ലാവരും ഭാഷ ഇങ്ങനെയൊക്കെ തന്നെ ആടാം.
അച്ചടി ഭാഷ കോട്ടയംകാർക്ക് മാത്രമാണ്. എനിക്കൊരു കോട്ടയംകാരി ഫ്രണ്ടുണ്ട്, അവളുമായിട്ട് ഞാൻ എപ്പോഴും അടി ഉണ്ടാക്കുന്ന ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. ഏതാണ് അച്ചടി ഭാഷ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. എടാ പിന്നെ വേറൊരാൾ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഗേറ്റ്സ് ഒക്കെ ലൈബ്രറിയിൽ ബോറോ ചെയ്യാനല്ലാതെ ബൈ ചെയ്യാൻ കിട്ടും. എടാ അടുത്തുള്ള ഇപ്പോൾ കോട്ടയം നമ്മൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ലൈബ്രറി അല്ല, നമുക്ക് ബുക്ക് സ്റ്റോറിൽ നിന്നതൊക്കെ മേടിക്കാൻ പറ്റും. പക്ഷേ എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്? അപ്പോൾ അവിടെ കിട്ടിയില്ലെങ്കിലും അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സ്ഥലത്ത് നിന്ന് മേടിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എപ്പോഴും അതല്ലേ നല്ലത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക്, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾക്ക് ബ്രില്യൻറ്റിൻ്റെ ലൈബ്രറിയിൽ കിട്ടും. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച മാത്രമേ നമുക്ക് ഈ ബ്രില്യൻറ്റിൽ നിന്ന് എടുക്കുന്ന ബുക്സ് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ആ 3 ബുക്സിൽ ഓക്കെ ആണെങ്കിൽ ഒരു ഉടായ്പ വഴിയുണ്ട്, നിങ്ങളത് റിട്ടേൺ ചെയ്യാതിരുന്നാൽ മതി. നമുക്ക് എത്ര നാൾ തന്നെ കൈ വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളെ വിളിച്ച് അന്വേഷിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതുവരെ ഞങ്ങളുടെ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ആ ബുക്ക് 3 ദിവസം ഒരാഴ്ച കൂടുതൽ വെച്ച് അവർ വിളിച്ച് അന്വേഷിക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ആ 3 ബുക്സ് വെച്ചുകൊണ്ട് വേറെ 3 ബുക്സ് എടുക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ID കാർഡ് ലോക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടാമത് വീണ്ടും ഒരു 3 ബുക്ക് എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ സിസ്റ്റത്തിൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഉടായ്പൊക്കെ പറഞ്ഞു തന്നതാണ് കേട്ടോ. പിന്നെ ചേച്ചി ഞാനൊരു JE ആസ്പിറൻ്റ് ആണ്. ഞാനിപ്പോൾ സൈലത്തിൽ JE +2 പഠിക്കുകയാണ്. ചേച്ചി പഠിച്ചത് മറന്നു പോകുന്നു, എന്താ ചെയ്യുക? എടാ മറന്നു പോയപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ റിപ്പീറ്റഡായിട്ട് വായിക്കാനുള്ളതേ ഉള്ളൂ ചെയ്യാൻ. പരമാവധി നിങ്ങൾ എങ്ങനെ വായിച്ചു എന്നുള്ളതിനെക്കാട്ടിൽ എത്ര തവണ വായിച്ചു എന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പരമാവധി റിപ്പീറ്റഡായിട്ട് വായിക്കാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് തെറ്റിയൊക്കെ പോയാലും നമ്മൾ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കട്ടെ. നമ്മൾ ചെയ്ത് തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്ത് ശരിയാക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേച്ചി ബ്രില്യൻറ്റിൽ BTSൽ വീക്ക്ലി എക്സാം കിട്ടുമോ അതോ അവസാനത്തെ എക്സാംസ് മാത്രമാണോ? എടാ വീക്ക്ലി എക്സാംസ് മുതൽ കിട്ടും. പക്ഷേ ബ്രില്യൻറ്റിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ച് ഇപ്പോൾ ജൂണിൽ ജോയിൻ ചെയ്യുന്നതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അവരും പറഞ്ഞതാ റിപ്പീറ്റേഴ്സ് ബാച്ച് ജോയിൻ ചെയ്ത ഉടനെ അവർ BTSൻ്റെ കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞത് കേട്ടോ. എറണാകുളം ക്യാമ്പസ് എങ്ങനെയാണെന്ന് അറിയുമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. എടാ എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ആ ആൾക്ക് യൂസ്ഫുൾ ആവും. അപ്പം അങ്ങനെ ബ്രില്യൻറ്റിൻ്റെ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാമോ? എടാ ബ്രില്യൻറ്റിൻ്റെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ്, ഞാനത് നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര മാർക്ക് എബോവ് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഓർക്കുമ്പോൾ സൈഡിൽ കൊടുത്തേക്കാം. ആ മാർക്ക് എബോവ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. നിങ്ങളുടെ മാർക്ക് കൂടുന്നതനുസരിച്ച് ആ സ്കോളർഷിപ്പിൻ്റെ പെർസെൻറ്റേജും കൂടും. ഇപ്പോൾ ആ ഒരു മാർക്കാണെങ്കിൽ ഇപ്പം ഞാൻ ആ മാർക്ക് ഓർക്കുന്നില്ല, ആ ഒരു മാർക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5% സ്കോളർഷിപ്പ് ആയിരിക്കും. അതിന് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ 10, 15 അങ്ങനെ സ്കോളർഷിപ്പ് കൂടും. 600 ഔട്ട് ഓഫ് 600 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായൊരു ഫീസേ ആവത്തുള്ളൂ. വിത്തൗട്ട് ഇനി ഗ്രേസ് മാർക്കാണ് കേട്ടോ. പിന്നെ വേറെ എന്താണ്, പിന്നെ നിങ്ങൾ BPL കാറ്റഗറിയാണ്, നിങ്ങൾക്ക് ഇത്തിരി ഫിനാൻഷ്യലി നിങ്ങൾ ഇത്തിരി വീക്കൊക്കെ ആണ്, ഇത്തിരി ബാക്ക്വേർഡൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ, അതായത് നിങ്ങൾ ബ്രില്യൻറ്റിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിന് ഡീറ്റെയിൽസും കൊണ്ടേ പോകാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫീസ് റിഡക്ഷൻ്റെ കാര്യം പറയും. പക്ഷേ ഫീസ് റിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ബ്രില്യൻറ്റിൽ നിന്നുള്ളവർ നമ്മുടെ വില്ലേജിലും അവിടെയൊക്കെ അന്വേഷിക്കും. അവർക്ക് ഉറപ്പായാലും മാത്രമേ അങ്ങനെ ഫീസ് റിഡക്ഷൻ കിട്ടത്തുള്ളൂ. അതിന് പറയുന്ന പേര് മൈത്രി എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 സ്കോളർഷിപ്പാണുള്ളത്. ഒന്ന് മാർക്കിൻ്റെ ബേസിസിലും 2 നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ബേസിസിലുമാണ് കേട്ടോ അവിടെ സ്കോളർഷിപ്പ് വരുന്നത്. ചേച്ചി ഇനിഷ്യലി ഐ വാസ് ഫോളോയിങ് യു ബട്ട് നൗഡേയ്സ് ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് യു ആർ എ പ്രൊമോട്ടർ ഓഫ് ബ്രില്യൻറ്റ്. എടാ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. എൻ്റെ ചാനൽ ഇപ്പോൾ റീസെൻ്റായിട്ടാണ്, എന്ന് വെച്ചാൽ ഇന്നാണ് മോണറ്റൈസ്ഡ് ആയത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള വീഡിയോസ് മുതലേ ഞാൻ ബ്രില്യൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഞാൻ പഠിച്ചത് ബ്രില്യൻറ്റിലാണ്. എനിക്ക് അത്യാവശ്യം ഒത്തിരി കമൻറ്റ്സ് സൈലത്തെ പറ്റിയൊക്കെ വരാറുണ്ട്. അതായത് അവിടുത്തെ എന്താണ് ഇത് ശരിയല്ല, അതായത് അവിടുത്തെ ക്ലാസ്സസ് നല്ലതാണ്, വളരെ നല്ലതാണ്, പക്ഷേ അവിടെ എക്സാംസ് റെഗുലർ അല്ല, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് വളരെ മോശമാണ്, അങ്ങനെയൊക്കെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപേക്ഷിക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ബ്രില്യൻറ്റ് ഇത്രയും കൂടെ നല്ലതാണ്. നമുക്ക് ഇത്തിരി സ്ട്രെസ്സ് വരും, മെൻ്റലി നല്ല സ്ട്രെസ്സ് വരും. കാരണം ഭൂരിഭാഗം പേരും നല്ല രീതിയിൽ പഠിക്കുന്ന പിള്ളേരാണ്. പക്ഷെ അത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ചില ടീച്ചേഴ്സിനെ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ, അതിപ്പോൾ എവിടെയായാലും സൈലത്തിലായാലും ബ്രില്യൻറ്റിലായാലും ചില ടീച്ചേഴ്സിനെ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബ്രില്യൻറ്റ് അടിപൊളി തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പഠിച്ചാലും നമുക്ക് എക്സാംസ് വർക്കൗട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു കിട്ടും. ഇപ്പം നമ്മൾ ഇത്തിരി വീക്കാവുന്ന സാഹചര്യത്തിൽ നമുക്കൊരു മെൻ്റൽ സപ്പോർട്ടും കൂടെ വേണം. ഈ 2 കാര്യത്തിലും ബ്രില്യൻറ്റ് 100 ഔട്ട് ഓഫ് 100 ആണ് കേട്ടോ. അപ്പോൾ ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ പറയുന്ന പോലെയുള്ള വീഡിയോസ് ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ചാപ്റ്റേഴ്സ് മറന്നു പോകുന്നു അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. പിന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇതല്ലാതെ ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തൽക്കാലം ഈ ജൂണിൽ ഈ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമല്ലേ. അപ്പോൾ എല്ലാവർക്കും ക്യൂരിയോസിറ്റിയാണ് ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അറിയാതെ അവരോട് ചെന്ന് കയറി കൊടുത്ത ഒരാളാണ്. അതിനനുസരിച്ച് ഞാൻ കുറേ പെട്ടുപോയ സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു മനസ്സുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ പിള്ളേരിലാണ് പോകുന്നതെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ. കാരണം ഞാൻ ഭൂരിഭാഗം കാര്യങ്ങളും അതിനെ ലിങ്ക് ചെയ്തും കണക്ട് ചെയ്തുമാണ് പറയുന്നത്. ചേച്ചി വീട് വാടകയ്ക്ക് എടുക്കാനാണെങ്കിൽ അവിടുത്തെ റേറ്റൊക്കെ എത്രയാണ്?
എടാ എൻ്റെ അനിയത്തി ഈ വർഷമല്ല അതിന് മുന്നത്തെ വർഷമായിരുന്നു. അപ്പോൾ അവൾക്ക് 10K ആയിരുന്നു റെൻറ്റ്. പിന്നെ അതിന് പുറമെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബില്ല് വാട്ടർ ബില്ലൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിലയിടത്ത് മൊത്തത്തിൽ 10K ആവത്തുള്ളൂ. എന്നാലൊരു 11K നിങ്ങൾ പ്രതീക്ഷിച്ചു. ഒരു 11,000 എന്തായാലും ആവും മന്ത്ലി കേട്ടോ. പിന്നെ ചേച്ചി ആപ്പ് യൂസ് ചെയ്യാൻ നമ്മൾ ടാബ് കൊണ്ടുപോകണം. നമ്മളുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് കൊണ്ടുപോയാൽ മതിയോ? അതവർ കസ്റ്റമൈസ് ചെയ്ത് തരുമോ? അതിലില്ല ലേണിംഗ് ആപ്പ് യൂസ് ആക്കാൻ പറ്റുമോ? എടാ ലാപ്ടോപ്പ് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷേ കൂടുതലും നമ്മളിപ്പോൾ ടാബ് മേടിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവരതെന്തായാലും കസ്റ്റമൈസ് ചെയ്ത് തരും. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ടാബ് മേടിക്കാം. ഞാൻ പറഞ്ഞല്ലോ 10,700 ഉള്ളൂ. സാംസങ്ങിൻ്റെ ടാബാണ്, അത്യാവശ്യം നല്ല ടാബാണ്. എൻ്റെ അനിയത്തി അത് ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. മോശമൊന്നുമില്ല, നല്ല ടാബാണ്. നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോൾ, അതായത് ബ്രില്യൻറ്റിലെ കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ അവിടെ തന്നെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റി നോർമൽ ടാബാക്കി തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ലാപ്ടോപ്പിൻ്റെ കാര്യം ഞാൻ അന്വേഷിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഈ കമൻറ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. നേരത്തെ കണ്ടാൽ ഞാൻ അന്വേഷിച്ച് വെച്ചിരുന്നേനെ. അപ്പോൾ നമുക്ക് ചേച്ചി BSc കെമിസ്ട്രി എടുത്തുകൊണ്ട് പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യുന്നതിനെ പറ്റി ചേച്ചിയുടെ എക്സ്പീരിയൻസ് വെച്ചൊരു വീഡിയോ ചെയ്യുമോ? ഈ വീഡിയോ കാണുന്നതിൽ നമ്മുടെ കുറേ റീസെൻ്റ്ലി എനിക്ക് വന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അവർക്കൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഞാൻ BSc കെമിസ്ട്രി എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വന്ന ഒരാളാണ് കേട്ടോ. MBBSന് ജോയിൻ ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറ്. ചേച്ചി എങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസും എങ്ങനെയാണ് എൻ്റെ ഷെഡ്യൂൾ, അതൊക്കെ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇനി അടുത്ത ആളിട്ടേക്കുന്ന കമൻ്റ് എന്ന് വെച്ചാൽ, ചേച്ചി ഓഫ്ലൈൻ പോവാതെ ഒരു ഗേൾസ് ഹോസ്റ്റലിലാണ് നിൽക്കാൻ പ്ലാൻ. അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്ന ചേച്ചിമാരും വർക്ക് ചെയ്യുന്ന ചേച്ചിമാരും ഉണ്ട്. ഫൈനാൻഷ്യലി നോക്കുമ്പോൾ അതാണ് ഇത്തിരി കൂടെ ഫീസിബിൾ. ഇതുപോലെ നിൽക്കുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എടാ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ നമ്മുടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലിലാണെങ്കിൽ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് തന്നെ പഠിക്കുന്നവരായിരിക്കും. മറ്റേടത്തെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇത്തിരി കൂടെ, ഇപ്പോൾ വർക്കിംഗ് വുമണൊക്കെ ആണെങ്കിൽ അവർ ഇത്തിരി കൂടി റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവർ കുറച്ച് സംസാരിക്കാനായിട്ടൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരും. അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, ചിലപ്പോൾ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. മറ്റേ ഈ പഠിക്കാനുള്ള പിള്ളേരാകുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇപ്പോൾ അവർ സംസാരിക്കാൻ വന്നാലും അവർക്ക് പഠിക്കാനുള്ളത് കൊണ്ട് അവരൊന്ന് പോവും. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും. അപ്പം നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നല്ലതാണ്. മാത്രമല്ല ഇവർ ഈ വർക്കിന് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വേണേൽ ഇരുന്ന് പഠിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ എവിടെയായാലും നമ്മൾ പോയി ലക്ഷ്യം മറക്കാതിരിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ തന്നെ നമ്മൾ വലിയ കമ്പനി ആവാൻ പോവാതിരിക്കുക. കാരണം കമ്പനി ആയിക്കഴിഞ്ഞാൽ അവർ സംസാരിക്കാനൊക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് പഠിക്കാൻ സമയം കിട്ടാത്തൊരു സാഹചര്യം വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ നിന്ന് കൺട്രോൾഡ് ഹോസ്റ്റലിലോട്ട് കിട്ടുമോ? സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ നിന്ന് കൺട്രോൾഡ് ഹോസ്റ്റലിലോട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ ചെല്ലുന്ന പാടെ കിട്ടത്തില്ല. അപ്പോൾ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ നിന്ന് കൺട്രോൾഡ് ഹോസ്റ്റലിലോട്ട് മാറാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ചെല്ലുമ്പോഴേ പറ്റത്തില്ല. കാരണം ഒരു മാസമെങ്കിലും സമയം വരും. കാരണം ഇപ്പോൾ ഈ കൺട്രോൾഡ് ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യുന്ന കുറേ പേര് ഇപ്പോൾ സിംഗിൾ ചൈൽഡ് സിൻഡ്രോം ഒക്കെ കാണുമല്ലോ. കുറച്ച് പേർക്ക് അങ്ങനെ ഹോം സിക്നസ് ഒക്കെ അടിച്ചിട്ട് ഭൂരിഭാഗം പേര് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയിട്ട് വെളിയിൽ വീടെടുത്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ ഒഴിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു വേക്കൻസിലോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന പാടെ കിട്ടണമെന്ന് നിർബന്ധം പിടിക്കരുത്. മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്ത് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്കൊരു കൺട്രോൾഡ് ഹോസ്റ്റലൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് എന്തായാലും ഒരു മാസം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർവൈസ്ഡ് നിന്ന് കൺട്രോളിലോട്ട് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ വേറെന്താ, ഹോസ്റ്റലിൽ സ്മാർട്ട് വാച്ച് കെട്ടാൻ പറ്റുമോ? നിങ്ങൾ എന്ത് കെട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ ഫോൺ വേണേൽ കൊണ്ടുപോകാം. പക്ഷേ നമ്മൾ അവിടെ വെച്ച് ഇപ്പം റിങ് ചെയ്യുമോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയോ സൈലൻ്റ് ആക്കി വെക്കുകയോ ഒക്കെ ചെയ്താൽ മതി. അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം ഹെയർ ടൈ ചെയ്യുന്നതിനും അങ്ങനെ സ്മാർട്ട് വാച്ച് കിട്ടുന്നതിനും അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഹോസ്റ്റലിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഒക്കെ ഇടാം. ചിലപ്പോൾ ഡയറക്ടേഴ്സ് വരുന്ന ദിവസം മാത്രം നിങ്ങളോട് പാൻസ് ഇട്ടിട്ട് വരാൻ പറയും. കാരണം അവർ ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളല്ലേ. നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം നിങ്ങൾക്ക് ഹോസ്റ്റലിലൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ചേച്ചി MDG മേടിക്കണം, ലൈബ്രറിയിലുണ്ടല്ലോ. എല്ലാ ക്വസ്റ്റ്യൻ ബാങ്കും ലൈബ്രറിയിലുണ്ടല്ലോ. പക്ഷേ ചിലപ്പോൾ ഈ ഇത്രയും അത്ര എമൗണ്ട് അല്ലേ ഉള്ളടാ. അതിൻ്റെ 4 ഇരട്ടി പിള്ളേരില്ലേ. അപ്പം അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടാതാവും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് വെച്ച് പഠിക്കാമല്ലോ. അപ്പോൾ അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ലൈബ്രറിയിൽ നിന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെയും പോയി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചേച്ചി PCBയുടെ മാർക്ക് വെച്ചാണോ കൺട്രോൾഡ് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ കൊടുക്കുന്നത്? 97% അബവ് ആണെങ്കിൽ നമുക്ക് കൺട്രോൾഡ് ഹോസ്റ്റൽ കിട്ടും. 97% ബിലോ ആണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ കിട്ടും. കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രില്യൻറ്റിൻ്റെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിരിക്കും വാർഡനായിട്ട് വരുന്നത്. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ എൻ്റെ വീടാണ് ഹോസ്റ്റലെങ്കിൽ എൻ്റെ അമ്മയായിരിക്കും അതിൻ്റെ വാർഡൻ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഫുള്ള് വൈഫൈ ഉണ്ടോ എന്ന് തിരക്കിയിട്ട് പറയണേ. ഞാൻ തിരക്കിയിടാം. എല്ലാ ഹോസ്റ്റലിലും വൈഫൈ ഉണ്ട്. ആ വൈഫൈ ഫെസിലിറ്റീസിൻ്റെയും കൂടെ ചേർത്തിട്ടാണ്
നിങ്ങളുടെ കയ്യിൽ നിന്ന് 9K പെർ മന്ത് ഹോസ്റ്റൽ ഫീ ആയിട്ട് മേടിക്കുന്നത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, കേട്ടോ വീടിൻ്റെ ട്യൂഷൻ ഫീ വേറെ ഹോസ്റ്റൽ ഫീ വേറെ. ട്യൂഷൻ ഫീ 1 lakhന് പുറമെ ഹോസ്റ്റൽ ഫീ ഇത്രയും ഉണ്ട് കേട്ടോ. 9,000 പെർ മന്ത് ഉണ്ട്. നിങ്ങൾ എത്ര നാൾ അവിടെ നിൽക്കുന്നു ആ ഓരോ മാസം അടച്ചുകൊണ്ടിരിക്കണം. ചേച്ചി എമറാൾഡ് കിട്ടാൻ എത്ര % മാർക്ക് വേണം? ഏകദേശം 100% എങ്കിലും വേണോടാ. 99% മിനിമം ആണ്, അതും വിത്തൗട്ട് എനി ഗ്രേസ് മാർക്കാണ് കേട്ടോ. ചേച്ചി ഓഫ്ലൈൻകാർക്ക് ടാബ് തരില്ലേ, അത് ഓൺലൈൻ ക്ലാസ്സസിന് മാത്രമാണ്? 2 ബാച്ചുകാർക്കും ടാബ് തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പറഞ്ഞാൽ മതി. നമ്മൾ അത്രയും എമൗണ്ട് അടിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ 10,700 അടച്ച് അവർ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ടാബ് തരും. അതിനകത്ത് നമുക്ക് ലേണിംഗ് ആപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ബാക്കി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് അലാമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ യൂട്യൂബോ ഗൂഗിളോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഓഫ്ലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ അതിൽ ഹോസ്റ്റൽ ഇൻക്ലൂഡഡ് അല്ലേ? നിങ്ങൾ ആ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഹോസ്റ്റൽ വേണോ വേണ്ടയോ എന്ന് ആ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഹോസ്റ്റലും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ചേച്ചി ഓഫ്ലൈൻ പഠിച്ചിട്ട് പറ്റാത്തവർക്ക്, സ്ട്രെസ് ആൻഡ് ടെൻഷൻ പറ്റാത്തവർക്ക് ഓൺലൈനിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോടാ? നമുക്കിപ്പോൾ ഓഫ്ലൈൻ മടുത്തിട്ട് ഓൺലൈനിലോട്ട് ചേരാനും ഓൺലൈൻ മടുത്തിട്ട് ഓഫ്ലൈനിലോട്ട് ചേരാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ പരമാവധി ഇങ്ങനെ ആടി കളിക്കാതെ ഒരിടത്ത് തന്നെ നിൽക്കാൻ നോക്കുക. പരമാവധി നമ്മൾ സഹിച്ച് ക്ഷമിച്ച് പഠിക്കാൻ നോക്കുക. തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ശ്രമിക്കാവുള്ളൂ. കാരണം 2 രീതിയിലാണെങ്കിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് വന്നാലും അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോയി അതിനനുസരിച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ചിന്തിച്ചിട്ട് തീരുമാനിക്കുക ഓഫ്ലൈൻ വേണോ ഓൺലൈൻ വേണോ എന്നൊക്കെ. അപ്പോൾ അതങ്ങനെയുള്ളൂ. ചേച്ചി മെറ്റീരിയൽ ഫീ ടാബ് ഫീ ഇൻക്ലൂഡഡ് ആണോ? അല്ലടാ, എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട്. 10,700 നമ്മൾ എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യണം. ഫിസിക്സിൽ NCERT വേണമെന്നുണ്ടോ? എടാ നമുക്കൊരു സേഫ്റ്റിക്ക് എടുത്തോ. കാരണം ചില കോഴ്സസ് ഇപ്പോൾ ഡ്യുവൽ നേച്ചർ ആണെങ്കിലും മാത്തമെറ്റിക്സ് ആൻഡ് മാറ്റർ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല തിയറി അറിയണ്ടേ. അപ്പം നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ഇല്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ പോലും തിയറി ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു NCERT മേടിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ എനിവൺ വാണ്ട് ബ്രില്ലിംഗ് മെറ്റീരിയൽസ് ഫോർ ഹാഫ് പ്രൈസ്. ആ ഒരു കമൻറ്റ് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത് ഇത്രയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രേ ഉള്ളടാ. അപ്പോൾ ശരിയടാ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. മിക്കവാറും ഞാൻ ബ്രില്യൻറ്റിൻ്റെ സീരീസ് ഇതോടുകൂടി നിർത്തുമായിരിക്കും. ഇനി നമ്മൾ അങ്ങോട്ട് ഞാൻ ചെയ്തു വന്ന പോലെ നിങ്ങളുടെ മോട്ടിവേഷനും കാര്യങ്ങളും എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പൊതുവെ ജനറലായിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ശരിയടാ, നമ്മൾ അത്യാവശ്യം ഒത്തിരി നേരം ഞാൻ പോസ് ചെയ്തൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എഡിറ്റിങ്ങിൽ ഇത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൗണ്ട് എക്സ്ട്രീം ആകുമ്പോൾ ഞാനിങ്ങനെ പോസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇതെനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഓർക്കാൻ എൻ്റെ കോളേജ് ലൈഫിലെ കുറച്ച് മെമ്മറീസ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയും കൂടി ഒരു ആഗ്രഹത്തിൽ തുടങ്ങിയത്. പക്ഷേ അതൊക്കെ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ നീഡ്സോട് പറഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ചാനലിൽ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ആയത്. ഞാൻ നീഡ് ബേസ്ഡ് കണ്ടൻസ് മാത്രം ഇടാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു ഗ്രോത്തും ഒക്കെ. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര നാൾ കൂടെ നിന്നതിനൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ഇങ്ങനെ കാണുക. നിങ്ങൾക്ക് ശല്യമാവണമെങ്കിൽ കാണണ്ട. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനോ ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ